ഇനി നോക്കാം കാർഷിക വാർത്തകൾ. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. ക്ഷീരസംഘങ്ങളിൽ പാൽ നൽകുന്ന കർഷകർക്ക് ഉൽപ്പാദന ചെലവിന് ആനുപാതികമായി വില ലഭിക്കുന്നില്ലെന്ന ആക്ഷേപം ഉയരുന്നു. പാലിന് 50 രൂപയില്ലെങ്കിലും കിട്ടണമെന്ന ആവശ്യമാണ് ക്ഷീരകർഷകർ രംഗത്തെത്തിയിരിക്കുന്നത്. ക്ഷീരകർഷകർക്ക് സംഘങ്ങൾ 39 രൂപ മുതൽ 42 രൂപ വരെയാണ് 1 ലിറ്റർ പാലിന് നൽകുന്നത്. ഇതിനു പുറമെ സാമ്പിൾ എന്ന പേരിൽ 50 മില്ലി ലിറ്റർ പാലും കർഷകരിൽ നിന്ന് വാങ്ങും. ഫാറ്റ് കൊഴുപ്പ് കുറവാണെന്ന പേരിൽ കർഷകർക്ക് ശരാശരി ലഭിക്കുന്നത് 40 രൂപയാണ്. നല്ല കൊഴുപ്പുള്ള പാലിന് ചില കർഷകർക്ക് 42 രൂപയും ലഭിക്കും. സംഘങ്ങൾ ഈ പാൽ അപ്പോൾ തന്നെ 56 രൂപയ്ക്ക് മറിച്ചു വിൽക്കും. മറിച്ചു വിൽക്കുമ്പോൾ ഫാറ്റ്, കൊഴുപ്പ് എന്നിവ ബാധകമല്ല. 1 ലിറ്റർ പാലിന് 16 രൂപയാണ് സംഘങ്ങൾക്ക് ലാഭമായി ലഭിക്കുന്നത്. എന്നാൽ ഈ ലാഭവീതം പോലും കർഷകർക്ക് ലഭിക്കുന്നില്ല. മിൽമയ്ക്ക് നൽകുന്ന പാലിന്റെ അളവിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സംഘങ്ങൾക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. ഈ ആനുകൂല്യങ്ങളാണ് കർഷകർക്ക് ലഭിക്കുന്നത്. എന്നാൽ ക്ഷീരസംഘങ്ങൾ കർഷകരുടെ പാൽ മറിച്ചുവിറ്റ് അമിത ലാഭം ഈടാക്കുമ്പോൾ മിൽമയ്ക്ക് നൽകാൻ പല സംഘങ്ങൾക്കും പാലുണ്ടാവില്ല. ഇതുമൂലം ഓരോ വർഷവും സംഘങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും വളരെ കുറവായിരിക്കും. ഇത് ബാധിക്കുന്നത് ക്ഷീരകർഷകരെയാണ്. ഇതാണ് കർഷകർ പ്രതിഷേധവുമായി രംഗത്ത് വരാൻ കാരണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെയും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഫാം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 17 മുതൽ 19 വരെ പെരിങ്ങമല ജില്ലാ കൃഷിത്തോട്ടത്തിലാണ് ഫാം ഫ്യൂഷൻ 2025 സംഘടിപ്പിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ ഫാമുകളും ഫെസ്റ്റിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ അറിയിച്ചു. 17-ന് DK മുരളി MLA ആണ് ഫാം ഫ്യൂഷൻ 25 ഉദ്ഘാടനം ചെയ്യുക. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഫാം കൗൺസിൽ അംഗങ്ങൾ, കർഷക പ്രതിനിധികൾ, വനശ്രീ, കർഷക കൂട്ടങ്ങൾ തുടങ്ങിയവരും ഫെസ്റ്റിൽ പങ്കെടുക്കും. കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി സെമിനാറുകൾ, പ്രദർശന വിപണന സ്റ്റാളുകൾ, ഫാം വിസിറ്റ്, കലാപരിപാടികൾ, കൃഷി അധിഷ്ഠിത വിനോദ വിജ്ഞാന മത്സരങ്ങൾ, നാടൻ ഭക്ഷ്യമേള, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സേവന സ്റ്റാളുകൾ എന്നിവ സജ്ജീകരിക്കും. ചെറുകിട കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൻ്റെ നേതൃത്വത്തിൽ ഫാം ഫെസ്റ്റിൽ ചെയ്തു കൊടുക്കും. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ എല്ലാ ഫാമുകളും ലാഭകരമായി പ്രവർത്തിക്കുന്നുവെന്നും ഫാം ഫെസ്റ്റ് ജില്ലയിലെ ഫാമുകൾക്ക് പുത്തൻ ഉണർവ് നൽകുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഈ മാസം 17, 18, 19 തീയതികളിലാണ് ഈ ഫാം ഫെസ്റ്റ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട വാമനപുരം MLA അഡ്വക്കേറ്റ് DK മുരളി അദ്ദേഹമാണ് ഫാം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ഫാം ഫെസ്റ്റ് വളരെയധികം പ്രയോജനം ചെയ്യും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പം തന്നെ ഞങ്ങളുടെ വിതുര, ചിറ്റച്ചൽ ഫാമുകളിൽ നിന്ന് ലഭ്യമാകുന്ന പാല് ഗ്രീൻ മിൽക്ക് എന്ന രൂപത്തിൽ പാക്ക് ചെയ്ത് തലസ്ഥാന നഗരിയിലേക്ക്, പ്രത്യേകിച്ച് പട്ടത്തിവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ നിമിഷ നേരം കൊണ്ട് വിറ്റുപോവുകയാണ്. അത്രമാത്രം നല്ല ഗുണമുള്ള പാലും മറ്റുൽപ്പന്നങ്ങളുമൊക്കെ ഇതിനോടകം ജില്ലാ പഞ്ചായത്തിൻ്റെ ഫാമുകളിൽ നിന്നും സാധാരണക്കാർക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വിത്തും തൈകളും മറ്റു കാര്യങ്ങളെല്ലാം ഈ രൂപത്തിൽ പെരിങ്ങമല നമ്മുടെ മാതൃകാ കൃഷിത്തോട്ടത്തിനടക്കമുള്ള ഉൽപ്പന്നങ്ങൾ സാധാരണക്കാർക്ക്, ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മൈഫിൻ TV, തിരുവനന്തപുരം. ഓണം കഴിഞ്ഞിട്ടും തേങ്ങ വിലയിൽ കുറവില്ല. ഉത്തരേന്ത്യയിലടക്കം ആവശ്യക്കാർ കൂടിയതാണ് വില വർധനയ്ക്ക് കാരണമായതായി വ്യാപാരികൾ പറയുന്നത്. നാട്ടിൻപുറങ്ങളിൽ പോലും കിലോയ്ക്ക് 85 രൂപ മുതൽ 90 രൂപ നിരക്കിലാണ് തേങ്ങ വിൽക്കുന്നത്. ചിങ്ങമാസം വിവാഹ സീസൺ കൂടിയായതിനാൽ വിപണിയിൽ തേങ്ങയ്ക്ക് ഇപ്പോഴും നല്ല ഡിമാൻഡാണ്. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള തേങ്ങയുടെ വരവ് കുറഞ്ഞതാണ് സംസ്ഥാനത്ത് ക്ഷാമത്തിന് കാരണം. കഴിഞ്ഞ സെപ്റ്റംബർ പകുതിയോടെയാണ് സർക്കാരിന്റെ സംഭരണ വിലയായ 34 രൂപയും കടന്ന് ഇരട്ടിയിലേറെയായി തേങ്ങ വില ഉയരാൻ തുടങ്ങിയത്. അതാണിപ്പോൾ 85-ൽ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ 10 മാസം മുൻപ് വരെ 20-നും 28-നും ഇടയിലായിരുന്നു പൊതുമാർക്കറ്റിൽ തേങ്ങാ വില. തുടർന്നാണ് കേരഫെഡിന് വേണ്ടി 34 രൂപ നിരക്കിൽ സർക്കാർ തേങ്ങ സംഭരിക്കാൻ തുടങ്ങിയത്. എന്നാൽ അതിന്റെ ഗുണം കർഷകർക്ക് വേണ്ടത്ര കിട്ടിയില്ല. ഇതിനിടെയാണ് തെങ്ങോളം പൊക്കത്തിൽ വില കുതിച്ചുയർന്നത്. സംഭരണ വിലയേക്കാൾ 1 കിലോ പച്ച തേങ്ങയ്ക്ക് 46 രൂപയാണ് നിലവിൽ പൊതുമാർക്കറ്റിൽ അധികം ലഭിക്കുന്നത്. ഇതിനു മുൻപ് 2018-ലാണ് തേങ്ങയുടെ വില കിലോയ്ക്ക് 45-ന് മുകളിലെത്തിയത്. ഏറെ കഴിയും മുമ്പേ അത് കുത്തിനെ കുറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
സംസ്ഥാനത്ത് വീണ്ടും വെളിച്ചെണ്ണ വിലയിൽ വർധന. ഓണക്കാലത്ത് കിലോയ്ക്ക് 390 രൂപയായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ 420 രൂപയാണ് വില. തമിഴ്നാട്ടിൽ നിന്നുള്ള കൊപ്ര വരവ് കുറഞ്ഞതാണ് വീണ്ടും വില ഉയരാനുള്ള കാരണം. ഓണക്കാലത്ത് വിലവർധനവ് തടയാൻ സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടതോടെയാണ് കുതിച്ചുയർന്ന വെളിച്ചെണ്ണ വിലയ്ക്ക് കുറവുണ്ടായത്. കിലോയ്ക്ക് 450 രൂപയായിരുന്ന വെളിച്ചെണ്ണ വില ഓണക്കാലത്ത് 390 രൂപയ്ക്ക് ലഭിച്ചു. എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വെളിച്ചെണ്ണ വില ഉയരുകയാണ്. കൊപ്രയ്ക്ക് 35 രൂപ വർദ്ധിച്ച് 420 രൂപയാണ് 1 കിലോ വെളിച്ചെണ്ണയുടെ ഇന്നത്തെ വിപണി വില. തേങ്ങ വില ഉയർന്നതോടെ കൊപ്രയ്ക്കും എണ്ണയ്ക്കും വിലയും കൂടി. നാളികേര വികസന ബോർഡിന്റെ കണക്ക് പ്രകാരം കൊപ്രയ്ക്ക് കോഴിക്കോട് മാർക്കറ്റിൽ കിലോയ്ക്ക് 230 കൊച്ചി മാർക്കറ്റിൽ 220 രൂപയുമാണ്. നവരാത്രി ദീപാവലി ആഘോഷങ്ങളെ മുൻനിർത്തി തമിഴ്നാട്ടിൽ കൊപ്ര സ്റ്റോക്ക് ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതോടെ കഴിഞ്ഞ ഒരാഴ്ചയെ കേരളത്തിലേക്കുള്ള കൊപ്രയുടെ കയറ്റുമതി ഭാഗികമായി നിർത്തിവച്ചിരിക്കുകയാണ്. വില ഇനിയും ഉയർന്നാൽ കച്ചവടത്തെ സാരമായി ബാധിക്കുമെന്നാണ് ആശങ്ക. തമിഴ്നാട്ടിലെ കൊപ്ര സംഭരണത്തിനെതിരെ നടപടിയെടുക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തുടർച്ചയായ 3-ാം ആഴ്ചയിലും നാളികേര വില സ്റ്റഡിയായി തുടരുന്നു. ഇതര സംസ്ഥാന കൊപ്ര ലോബി സാഹചര്യങ്ങളിൽ മുതലെടുപ്പ് നടത്തുന്നുവെന്നും പരാതി. കാലാവസ്ഥാ മാറ്റങ്ങൾ റബ്ബർ ഉൽപ്പാദനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. നാളികേരോൽപ്പന്നങ്ങൾ 3-ാം വാരത്തിലും സ്റ്റഡി നിലവാരത്തിലാണ്. ഓണത്തിന് ശേഷം പ്രാദേശിക മാർക്കറ്റുകളിൽ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യം ചുരുങ്ങി. അതേസമയം അയൽ സംസ്ഥാനങ്ങളിലെ കൊപ്രക്ഷാമം വിപണിക്ക് താങ്ങായി. കൊച്ചിയിൽ വെളിച്ചെണ്ണ 36,800 രൂപയിലും തമിഴ്നാട്ടിൽ 33,000 രൂപയിലുമാണ്. കൊച്ചി വിപണി വിലയേക്കാൾ ക്വിന്റലിന് 700 രൂപ ഉയർന്ന് 22,700 രൂപയിലാണ് കാങ്കയത്ത് കൊപ്ര വ്യാപാരം നടക്കുന്നത്. മധ്യവർത്തികളും പൂഴ്ത്തിവെപ്പുകാരും മുതലെടുക്കുകയാണെന്ന് വിപണി വൃത്തങ്ങൾ. ഏലക്കലേലത്തിൽ ആഭ്യന്തര വ്യാപാരികളും കയറ്റുമതി സമൂഹവും ചരക്ക് സംഭരണത്തിന് ഉത്സാഹിച്ചു. ഗ്രീൻ ഹൗസിൽ നടന്ന ലേലത്തിൽ മൊത്തം 1,14,423 കിലോ ഏലക്ക വിൽപ്പനയ്ക്ക് വന്നതിൽ 1,12,958 കിലോയും വിറ്റഴിഞ്ഞു. ശരാശരി ഇനങ്ങൾ കിലോ 2,509 രൂപയിലും മികച്ച ഇനങ്ങൾ 2,850 രൂപയിലും ഇടപാടുകൾ നടന്നു. കാലാവസ്ഥാ മാറ്റങ്ങൾ ഉൽപ്പാദനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ഒരു വിഭാഗം റബ്ബർ കർഷകർ. ജാപ്പനീസ് റബ്ബർ വിപണി അവധി ദിനങ്ങൾക്ക് ശേഷം വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ നിക്ഷേപകർ ഇല്ലാതായി. എന്നാൽ സിംഗപ്പൂർ, ചൈനീസ് മാർക്കറ്റുകൾ കരുത്ത് നിലനിർത്തി. തായ് മാർക്കറ്റായ ബാങ്കോക്കിൽ റബ്ബർ 19,000 രൂപയിൽ വ്യാപാരം നടന്നു. കൊച്ചിയിൽ 4-ാം ഗ്രേഡ് 18,600 രൂപയിൽ നിന്ന് 18,700 രൂപയായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി നോക്കാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 186, RSS 5 183, ലാറ്റക്സ് 127, ജാതിക്ക 300, ജാതിപത്രി 1,800 മുതൽ 2,000 വരെ, ഗ്രാമ്പു 790, അടയ്ക്ക 280, കാപ്പിക്കുരു 265, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾഡ് 70,600, കുരുമുളക് അൺഗാർബിൾഡ് 68,600, ഏലക്ക 2,100 മുതൽ 2,200 വരെ, വെളിച്ചെണ്ണ 36,800, കൊപ്ര 23,800, ചുക്ക് 24,000. Agri News presented by കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ.